بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، الله سبحانه وتعالى أن القرآن ആദ്യത്തെ സൂറത്തായി നമുക്ക് അവതരിപ്പിച്ചു തന്ന സൂറത്തു അൽ ഫാത്തിഹയിലാണ് നമ്മളുള്ളത്. അതിലെ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആണോ എന്ന ചർച്ച നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒന്നാമത്തെ ആയത്തല്ല എന്ന് പറയുന്നവർ പറഞ്ഞ തെളിവുകൾ എന്താണ്? ആരോ പറയും? ആലോചിക്ക്, ഓർമ്മ ഉണ്ടോ? ഒരു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് തെളിവുകളെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ട് വിഭാഗം തെളിവുകളെ കുറിച്ച്. ഒന്ന് അയ്യോ അത് അഭിപ്രായമാണ് ചോദിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹയിൽ നിന്നല്ല എന്നതിനുള്ള തെളിവ് പറഞ്ഞത്. ജമീൽ, ആരാണ് ആ ഹദീസ് റിവായത്ത് ചെയ്തത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കിൽ നിന്നിട്ടുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ബാക്കിൽ നിന്നിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ബാക്കിൽ നിന്നിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ബാക്കിൽ നിന്നിട്ടുണ്ട്. അവരെല്ലാവരും തുടങ്ങിയത് എവിടെ നിന്നാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തൊട്ടാണ്. നിസ്കാരത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതലാണ് ആരംഭിച്ചത്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പതുക്കെ ഓതാൻ കാരണമായത് എന്താണ് എന്നതൊരു ചർച്ച. ശരി, വേറൊരു ഹദീസ്, ആ ഹദീസ് ഓർമ്മയില്ല. ഹദീസ് മുഴുവനായിട്ട് പറയാനല്ല, ഹദീസ് ഏതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാൻ എൻ്റെയും എൻ്റെ അടിമക്കുമിടയിൽ നിസ്കാരത്തെ പകുത്തിരിക്കുന്നു. അത് ഓർമ്മയില്ലേ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിയത് എവിടെ നിന്നാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് എൻ്റെ അടിമ പറഞ്ഞാൽ, അല്ലേ? അതെന്താണ്? രണ്ട് ഹദീസുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. പിന്നെ വാചക ഘടനയുടെയും ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. തയ്യിബ്, ഓർമ്മ ഉണ്ടല്ലോ? പറഞ്ഞപ്പോൾ ഓർമ്മ ആയതാ അത് ചോദിച്ചപ്പോൾ ഓർമ്മ ആയതാ? ചോദിച്ചപ്പോൾ ഓർമ്മ വരാം. തയ്യിബ്, അടുത്ത ആയത്ത് അല്ലെങ്കിൽ സൂറത്തു ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു قوله تعالى الحمد لله رب العالمين وصف المحمود بالكمال مع المحبة والتعظيم. الحمد എന്ന് പറഞ്ഞാൽ ഹംദ് എന്ന് പറഞ്ഞാൽ ആരെയാണോ നമ്മൾ സ്തുതിക്കുന്നത് ആ ആളെ പരിപൂർണത കൊണ്ട്, പൂർണ്ണത കൊണ്ട് വിശേഷിപ്പിക്കലാണ്. ഹംദ് എന്ന് പറഞ്ഞാൽ അതാണ്. മഅൽ മഹബ്ബത്തി വത്തഅദീം, ആ ആളെ ഇഷ്ടപ്പെട്ടുകൊണ്ടും മഹത്വപ്പെടുത്തിക്കൊണ്ടും. മനസ്സിൽ നമുക്ക് ഇഷ്ടം വേണം, വെറുതെ ഇങ്ങനെ പുകഴ്ത്തല്ല. ഒരാളെ വെറുതെ ഇങ്ങനെ പുകഴ്ത്തുകയല്ല. എന്തുകൊണ്ടാണ് പുകഴ്ത്തുന്നത്? പൂർണ്ണത കൊണ്ട്. അദ്ദേഹം ഈ വിഷയത്തിൽ അല്ല, ഇയാൾ ഈ വിഷയത്തിൽ പൂർണ്ണനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ പൂർണ്ണതയിലുള്ളവനാണ്. അൽ കമാലിദ്ദാത്തി, അള്ളാഹു അവൻ്റെ ദാത്ത്, അവൻ്റെ സത്ത കൊണ്ട് അവനെന്താണ്? പൂർണ്ണനാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അള്ളാഹുവാണ് ഏറ്റവും ഉന്നതൻ, അള്ളാഹുവാണ് ഏറ്റവും ശക്തിയുള്ളവൻ, അള്ളാഹുവാണ് എല്ലാ കഴിവുകളുമുള്ളവൻ എന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദാത്തിയായ സിഫത്തുകൾ അത് ഏറ്റവും ഉന്നതമാണ്. ആ നിലക്ക് അവനെ പുകഴ്ത്തൽ. വൽ കമാൽ അൽ വസ്ഫി, അള്ളാഹുവിന് വിശേഷണങ്ങളുണ്ട് പലതായിട്ടുള്ള. അള്ളാഹുവിൻ്റെ ഹയാ, അള്ളാഹുവിൻ്റെ ജീവിതം. അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയുള്ള ജീവിതമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്? അല്ല, ഹയാത്ത് എന്നത് അള്ളാഹിൻ്റെ ഹയാത്ത് എങ്ങനെയാണ്? അതിന് തുടക്കമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം തുടങ്ങിയവനല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല
എന്നുമുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം ജനിച്ചവനല്ല, ഒരു ദിവസം ഉണ്ടായവനല്ല. നമ്മളെല്ലാവരും ഒരു ദിവസം ജനിച്ചവരാണ്, ഒരു ദിവസം ഉണ്ടായവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം ഉണ്ടായവനല്ല, എന്നുമുള്ളവനാണ്. അവനൊരു തുടക്കമില്ല. മഫ്ഹൂം? അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു അവസാനമില്ല. നമ്മൾ ജനിച്ചിട്ടുണ്ട് എങ്കിൽ മരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും മരിക്കാത്തവനാണ്. അൽ ഹയ്യുൽ ലദീ ലാ യമൂത്ത്, ജീവിച്ചിരിക്കുന്ന എന്നും മരിക്കാത്തവനാണ്. ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ വസ്ഫുകൾ അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ഇൽമ്, അള്ളാഹുവിൻ്റെ അറിവ്. നമ്മളുടെ അറിവ് എങ്ങനെയാണ്? ഇന്നലെ വരെ അറിയാതിരുന്നത് ഇന്ന് നമ്മൾ പഠിച്ചു. ഇനി നാളെ പലതും നമുക്ക് പഠിക്കാനുണ്ടാകും. ഇന്ന് ശരിയെന്ന് തോന്നിയത് ചിലപ്പോൾ നാളെ തെറ്റായേക്കാം. ഇന്നും പലതും നമുക്കറിയുകയില്ല, നാളെയും നമ്മൾ പലതും അറിയുകയില്ല. നമ്മളുടെ അവസ്ഥ ഇതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ട് വേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതറിയാൻ. അത് നടക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് എന്താണ് നടക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. ഇനിയൊരു കാര്യം നടന്നിട്ടില്ല, ഒരു കാര്യം നടന്നിട്ടില്ല, അത് നടന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ് എന്തല്ല, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് പുതിയൊരു ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കിട്ടുന്നില്ല. അതായത് പുതിയൊരു ഇൽമ് അല്ലാഹുക്ക് ഉണ്ടായി അങ്ങനെ പറയാനില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. ഇന്നത് സംഭവിച്ചത് കൊണ്ട് അറിഞ്ഞു, അങ്ങനൊരു അറിവ് അല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സംഭവിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാം അറിയുന്നവനാണ്. അതായത് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, വിശേഷണങ്ങൾ അത് പൂർണ്ണമാണ്. അള്ളാഹുവിൻ്റെ കഴിവുകൾ, ഏതെങ്കിലും ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയാത്തതുണ്ടോ? ഒരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയാത്തതില്ല. ഒരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയാത്തതില്ല. അങ്ങനെ എന്ത് നോക്കിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയാത്ത ഒന്നുമില്ല. ഏത് രൂപത്തിലും അള്ളാഹു എന്താണ്? പരിപൂർണനാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫിഅലുകൾ, വൽ ഫിഅലിയായ കമാൽ, അള്ളാഹു ഒരു കാര്യം ചെയ്യുന്നത് അത് പരിപൂർണമായിരിക്കും. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് പരിപൂർണമാണ്. ഒരാൾക്കും അള്ളാഹുവിനെ പോലെ റഹ്മത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന ഓരോ കാര്യങ്ങളും, അള്ളാഹു പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാം പരിപൂർണമാണ്. നമ്മൾക്ക് അതിൻ്റെ ഹിക്മത്തുകൾ തിരിച്ചറിയാൻ സാധിച്ചില്ലെന്ന് വരാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത് കൃത്യമായ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ അത് പരിപൂർണവുമാണ്, ഒരു കുറവും അതിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഒരു കാര്യത്തിൽ ഒരു കുറവും ഒന്നും തന്നെയില്ല. അങ്ങനെ പരിപൂർണത കൊണ്ട് അവനെ വിശേഷിപ്പിക്കലാണ് ഹംദ് എന്ന് പറഞ്ഞാൽ. അതിലെന്ത് വേണം? ഇഷ്ടവും ആദരവും ഉണ്ടാകണം. ഫഹുവ കാമിലുൻ ഫീ ദാതിഹി വസിഫാതിഹി വഅഫ്ആലിഹി, അവൻ എല്ലാ വിഷയത്തിലും എന്താണ്? പരിപൂർണനാണ്. അവൻ്റെ സിഫത്തുകളിലാകട്ടെ, അവൻ്റെ ദാത്തിലാകട്ടെ, അവൻ്റെ ഫിഅലുകൾ പ്രവൃത്തിയിലാകട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ. വലാ ബുദ്ദ മിൻ ഖൈദിൻ, പക്ഷേ ഒരു നിബന്ധന അനിവാര്യമാണ്. വെറുതെ പുകഴ്ത്തുകയല്ല, മറിച്ച് നിബന്ധനയുണ്ട്. എന്താണത്? ഹുവ അൽ മഹബ്ബത്തു വത്തഅദീം, ഇഷ്ടവും ആദരവും ഉണ്ടാകണം. ഖാല അഹ്ലുൽ ഇൽമി, പണ്ഡിതന്മാർ പറഞ്ഞു, ഉലമാക്കൾ പറഞ്ഞു, ലഅന്ന മുജറദ വസ്ഫിഹി ബിൽ കമാലി ദൂന മഹബ്ബത്തിൻ വലാ തഅദീം ലാ യുസമ്മ ഹംദൻ. എന്തുകൊണ്ടെന്നാൽ ഒരാളെ പുകഴ്ത്തൽ അതിലിഷ്ടവും അതുപോലെ തന്നെ ആദരവൊന്നും ഇല്ലെങ്കിൽ അതിനെ ഹംദ് എന്ന് പറയുകയില്ല. മറിച്ച് അതിനെന്താ പറയുക? വഇന്നമാ യുസമ്മ മദ്ഹൻ, മദ്ഹ് എന്നാണ് പറയുക. മദ്ഹ് ചെയ്തു എന്ന് പറയില്ലേ? മദ്ഹ് എന്ന് പറഞ്ഞാൽ പുകഴ്ത്തി തന്നെയാണ് അർത്ഥം. പക്ഷെ ഹംദിൽ എന്തുണ്ടാകും? ഇഷ്ടവും ആദരവും ഉണ്ടാകും. നാളെ ചോദിച്ചാൽ അതൊക്കെ കിട്ടുമല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ളവർ എഴുതി വെക്കാം. നാളെ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞുതരാം. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ചിരുന്ന് തീരുമാനിക്കാം. തയ്യിബ്, ഹംദും മദ്ഹും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
ഹംദിൽ എന്തുണ്ടാവും? സ്നേഹവും ആദരവും ഉണ്ടാകും. മദ്ഹിൽ അത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല, ഉണ്ടാകാം പക്ഷെ നിർബന്ധമില്ല. വലിഹാദാ യഖഉ മിൻ ഇൻസാനിൻ ലാ യുഹിബ്ബുൽ മംദൂഹ്. അതുകൊണ്ട് തന്നെയാണ് മദ്ഹ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ മദ്ഹ് ചെയ്യുന്ന ആളെ ചിലപ്പോൾ ഇയാൾക്ക് ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ എന്നാലും വെറുതെ ഇങ്ങനെ പുകഴ്ത്തും. അതിനെ മദ്ഹ് ചെയ്തു എന്ന് പറയും, ഹംദ് ചെയ്തെന്ന് പറയൂല. ഉദാഹരണത്തിന് എന്ത്? വഇന്നമാ യുരീദു അൻ യനാല മിൻഹു ശൈഅൻ, എന്തെങ്കിലും കിട്ടാനാണ് ഇയാൾ വിചാരിക്കുന്നത്. യതജിദു ബഅദ അശ്ശുഅറാ യഖിഫു അമാമ അൽ-ഉമറാ ثم يأتي لهم بأوصاف عظيمة لا محبة فيهم. ചില രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ചില നേതാക്കന്മാരുടെ അടുത്ത് ചില കവികൾ പോയിട്ട് ഇങ്ങനെ അവരങ്ങനെ പുകഴ്ത്തും, പാട്ടുപാടും, പുകഴ്ത്തിയിട്ട് കവിതകൾ എഴുതും. അവർക്ക് ഒരു ഇഷ്ടം ഉണ്ടാവില്ല ചിലപ്പോൾ ഇയാളെ, പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്? അവരിൽ എന്തെങ്കിലും കിട്ടണം. അതിന് നമ്മളെന്താ പറയുക? മദ്ഹ് എന്നാണ് പറയുക. വലാകിൻ മഹബ്ബത്തുൻ ഫിൽ മാൽ الذي يؤتونه أو خوف منه, അവരെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കിട്ടാനോ വേണ്ടിയിട്ടാണ്. വലാകിൻ ഹംദുനാ ലറബ്ബിനാ അസ്സ വജല്ല ഹംദു മഹബ്ബത്തിൻ വതഅദീം, എന്നാൽ നമ്മൾ നമ്മളുടെ റബ്ബിനെ ഹംദ് ചെയ്യുന്നത് എന്താണ്? ഇഷ്ടം കൊണ്ടും ആദരവും കൊണ്ടാണ്. فلذلك صار لا بد من القيد في الحمد أنه وصف المحمود بالكمال مع المحبة والتعظيم. അതിനാൽ തന്നെ ഈ ഒരു നിബന്ധന നിർബന്ധമാണ്. എന്ത്? പുകഴ്ത്തുമ്പോൾ എന്തുണ്ടാവണം? ഇഷ്ടവും ആദരവും. അൽ ഹംദ്, അതിനു മുമ്പ് എന്തുണ്ട്? അൽ ഹംദു. ആ അൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ലിൽ ഇസ്തിഗ്റാഖ്. ഇസ്തിഗ്റാഖ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ചുറ്റിപ്പുതിയാൻ, അതായത് എല്ലാ ഇസ്തിഗ്റാഖ് ജമീ അൽ മഹാമിദ്, എല്ലാ ഹംദും സർവസ്തുതിയും ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. ലില്ലാഹി അല്ലാമു ലിൽ ഇഖ്തിസാസ്, അല്ലാഹു എന്നതിൻ്റെ മുന്നിൽ ലാമു വന്നതാണ് ലില്ലാഹി. ഈ ലാം എന്തിനുള്ളതാണ്? ഇഖ്തിസാസ്, അള്ളാഹുവിന് പ്രത്യേകപ്പെട്ടതാണ്. എല്ലാ സ്തുതിയും ആർക്ക് പ്രത്യേകപ്പെട്ടതാണ്? അള്ളാഹുവിനുള്ളതാണ്. വൽ ഇസ്തിഹ്ഖാഖ്, അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. ഇസ്തിഹ്ഖാഖ് എന്ന് പറഞ്ഞാണ് അർഹതപ്പെട്ടത്, അവകാശപ്പെട്ടത്. വല്ലാഹു, ഇനി അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇസ്മു റബ്ബിന അസ്സ വജൽ, നമ്മളുടെ റബ്ബിൻ്റെ പേരാണെന്ത്? അള്ളാഹു. അള്ളാഹു എന്നത് എന്താണ്? അള്ളാഹു നമ്മളുടെ റബ്ബിൻ്റെ പേരാണ്. ലാ യുസമ്മ ബിഹി ഗൈറുഹു, വേറൊരാളെയും ആ പേര് കൊണ്ട് വിളിക്കാൻ പാടില്ല. വമഅനാഹു, അള്ളാഹു എന്ന പേരിൻ്റെ അർത്ഥം അൽ മഅലൂഹു, അൽ മഅലൂഹു ഐ അൽ മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ. അൽ മഅലൂഹു, ആരാധിക്കപ്പെടുന്നവൻ. മഹബ്ബത്തൻ വ തഅദീമ, ഇഷ്ടത്തോടെയും ആദരവോടെയും ആരാധിക്കപ്പെടുന്നവൻ എന്നതാണ് അള്ളാഹു എന്നതിൻ്റെ അർത്ഥം. അൽ മഅലൂഹു മഹബ്ബത്തൻ വ തഅദീമ. وقوله سبحانه وتعالى رب العالمين. الرب, റബ്ബ് ആരാണ്? هو من اجتمع فيه ثلاثة أوصاف, മൂന്ന് വിശേഷണങ്ങൾ ഒരുമിച്ചവനാണ് റബ്ബ്. ഏതാണ് ആ മൂന്ന് വിശേഷണങ്ങൾ? ഒന്ന് അൽ ഖാലിഖു അല്ലെങ്കിൽ അൽ ഖൽഖു വൽ മുൽക്കു വത്തദ്ബീർ. മൂന്ന് വിശേഷണങ്ങൾ. ഒന്ന് സൃഷ്ടിക്കൽ, സൃഷ്ടിപ്പ്. രണ്ട് അൽ മുൽക്ക്, ആധിപത്യം. മൂന്ന് അത്തദ്ബീർ, നിയന്ത്രണം. അപ്പോൾ ഈ മൂന്നും അടങ്ങിയവനാണ് ആര്? റബ്ബ്. റബ്ബെന്ന് പറഞ്ഞാൽ അവനാണ് നമ്മളെ സൃഷ്ടിച്ചത്. റബ്ബെന്ന് പറഞ്ഞാൽ അവനാണ് നമ്മളെ ഉടമപ്പെടുത്തുന്നത്. റബ്ബെന്ന് പറഞ്ഞാൽ അവനാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഫഹുവൽ ഖാലിഖുൽ മാലികു ലികുല്ലി ഷൈഇൻ അൽ മുദബ്ബിറു ലിജമീഇൽ ഉമൂർ. എല്ലാ കാര്യത്തെയും ഉടമപ്പെടുത്തുന്നവനാണ്, സൃഷ്ടിക്കുന്നവനവനാണ്, അതുപോലെ തന്നെ നിയന്ത്രിക്കുന്നവനാണ്. വൽ ആലമീൻ, ആലമീൻ എന്താണ്? ഖാലൽ ഉലമാ കുല്ലു മാ സിവല്ലാഹി ഫഹുവ ആലം. അല്ലാഹു അല്ലാത്ത എന്തൊക്കെയുണ്ടോ അതൊക്കെ ആലമിൽപ്പെട്ടതാണ്. പൊടികൾ ആലമാണ്, മരങ്ങൾ ആലമാണ്, കടലുകൾ ആലമാണ്, മീനുകൾ ആലമാണ്, പക്ഷികൾ ആലമാണ്, മനുഷ്യർ ആലമാണ്, ജിന്നുകൾ ആലമാണ്, മലക്കുകൾ ആലമാണ്, അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ ആലമാണ്. എന്തൊക്കെയുണ്ടോ അല്ലാഹു അല്ലാത്ത അതൊക്കെ ആലമാണ്. ഉസിഫു ബിദാലിക, ആലം എന്ന് അവക്ക് പേര് നൽകപ്പെടാൻ കാരണം, ആലം എന്ന് അള്ളാഹു അല്ലാത്തവർക്ക് പേര് നൽകപ്പെടാൻ കാരണം അതിപ്പോൾ പറയുകയാണ്. അത് ശ്രദ്ധിച്ചിരുന്നോ? എന്താണ്? ലിഅന്നഹും അലമുൻ അലാ ഖാലിഖിഹിം സുബ്ഹാനഹു വ തആല. എന്തുകൊണ്ടെന്നാൽ അവർ, അള്ളാഹു അല്ലാത്ത ബാക്കിയെല്ലാം
അടയാളങ്ങളാണ്. എന്താണ്? അലമുൻ അലമുൻ അലാ ഖാലിഖിഹിം, അവരുടെ സൃഷ്ടാവിനുള്ള അടയാളങ്ങളാണ്. ദുനിയാവിൽ എന്തുണ്ടോ അതെന്തിനുള്ള തെളിവാണ്? അള്ളാഹുവിനുള്ള തെളിവാണ്. ഈ മൈക്ക് എന്തിനുള്ള തെളിവാണ്? അഹുജ എന്ന കമ്പനി ഉണ്ടെന്നുള്ളൊരു തെളിവാണ്. ഈ മൈക്ക് സ്റ്റാൻഡ് അഹുജ എന്ന കമ്പനി ഉണ്ടെന്നുള്ളതിനുള്ള തെളിവാണ്. അത് ഇന്ന കമ്പനിക്കുള്ള തെളിവാണ് അല്ലേ? ഇന്ന കമ്പനി ഉണ്ടോ നാട്ടിൽ? ഉണ്ട്. അതെന്താ തെളിവ്? അത് കണ്ടില്ലേ, ഉണ്ടാക്കി വെച്ചിരിക്കണ കണ്ടില്ലേ? അഹുജ ഉണ്ടോ ഇവിടെ? ഉണ്ട്. എന്താ തെളിവ്? അതേ കണ്ടില്ലേ? മനസ്സിലായോ? അതിനുള്ള തെളിവാണ്. അതുപോലെ ഈ ലോകം, അതിനൊരു സൃഷ്ടാവുണ്ടോ? ഉണ്ട്. എന്താ? ഇതന്നെ ലോകം ഇവിടെ ഉണ്ട്. ഉള്ളതുകൊണ്ട് അതിന് സൃഷ്ടാവുണ്ട്. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, നമ്മളും ഇല്ലല്ലോ. മനസ്സിലായോ? അപ്പോൾ ഇല്ലെങ്കിലോ എന്നുള്ള ചോദ്യം എന്താണ്? അത് ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് കാരണം? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം ഉണ്ടെങ്കിലും ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ഉള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ഉള്ളവനാണ്. വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. എല്ലാ വസ്തുക്കൾക്കും ഒരു കാരണം ആവശ്യമാണ്. എൻ്റെ ശബ്ദം കേൾക്കാൻ ഞാൻ സംസാരിക്കുക എന്ന കാരണം ആവശ്യമാണ്. സ്വാഭാവികമാണ്. ഞാനിവിടെ മിണ്ടാണ്ടിരുന്നാൽ ഇവിടെ ഇങ്ങനെ എൻ്റെ സൗണ്ട് അങ്ങനെ കേൾക്കൂല. അത് ഞാൻ മാത്രമല്ല, നമുക്ക് മനുഷ്യന്മാർക്ക് മാത്രമല്ല. ഒരു പശുവിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കൈ കൊട്ടിയാൽ പശു ചിലപ്പോൾ ഞെട്ടിന്ന് വരും, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കും. ഒരാടിൻ്റെ അടുത്ത് വെച്ച് ഒച്ചെടുത്താൽ ആട് ചിലപ്പോൾ തിരിഞ്ഞു നോക്കി ഓടും. മനസ്സിലാവുണ്ടോ? കാരണം എന്തേ? ഇത് വെറുതെ ഒരൊച്ചല്ല, എന്തോ സംഭവം ഉണ്ട് ആ ഒച്ചയുടെ ബാക്കിൽ. ആർക്കറിയാം? ആടിനറിയാം. അല്ലെങ്കിൽ ഒരു കുട്ടി, ഒരു 4 മാസം പ്രായമുള്ള കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചു നോക്ക്, ആ കുട്ടി ആ സൗണ്ടിലേക്ക് തിരിഞ്ഞു നോക്കും. എന്തേ തിരിഞ്ഞു നോക്കാൻ കാരണം? ആ സൗണ്ട് വെറുതെ ഉണ്ടാവുകയില്ല എന്ന് ആ കുട്ടിക്കറിയാം. മനസ്സിലാകുന്നുണ്ടോ? എല്ലാ വസ്തുക്കൾക്കും എന്ത് വേണം? ഒരു കാരണമാണ്. എന്നാൽ എല്ലാ കാരണങ്ങൾക്കും കാരണമില്ലാത്ത ഒരുവനും ആവശ്യമാണ്. മനസ്സിലാവുന്ന? കാരണമില്ലാത്ത ഒരുത്തൻ ഉണ്ടെങ്കിലേ, കാരണം ആവശ്യമില്ലാത്ത ഒരുത്തൻ ഉണ്ടെങ്കിലേ കാരണമുള്ള ബാക്കിയുള്ള സാധനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഒക്കെ എല്ലാ വസ്തുക്കൾക്കും കാരണം വേണം. ഈ ദുനിയാവിനൊരു കാരണം വേണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായി? കാരണം ആവശ്യമുള്ളവൻ ആണ് ഇതുണ്ടാക്കിയെന്ന് പറഞ്ഞെങ്കിൽ അവനക്കുള്ള കാരണം എന്താ? അവർ ഇന്നാളുടെ കാരണം ആവശ്യമുണ്ടെങ്കിൽ അവനക്കുള്ള കാരണം എന്താ? ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അറ്റം വരെ പോവും, അറ്റത്തേ ഇല്ല. മറിച്ച് കാരണം ആവശ്യമുള്ള വസ്തുക്കൾക്ക് അവലംബിക്കാൻ കാരണം ആവശ്യമില്ലാത്ത ഒരുത്തൻ്റെ ആവശ്യമുണ്ട്. അവനാണ് നമ്മളുടെ റബ്ബ് സുബ്ഹാനഹു വ തആല. എന്തായാലും അവനുള്ള തെളിവുകളാണ് എല്ലാം. ഫഫീ കുല്ലി ഷൈഇൻ മിനൽ മഖ്ലൂഖാതി ആയത്തുൻ തദുല്ലു അലൽ ഖാലിഖി. എല്ലാ സൃഷ്ടികളിലും അവരുടെ സൃഷ്ടാവിനെ സൂചിപ്പിക്കുന്നതായ തെളിവുകളുണ്ട്. അലാ ഖുദ്റതിഹി വ ഹിക്മതിഹി വ റഹ്മതിഹി വ ഇസ്സതിഹി വ ഗൈരി ദാലിക മിൻ മആനിൽ റുബൂബിയ്യതിഹി. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൻ്റെ സിഫത്തുകളായ ആശയങ്ങളായ അള്ളാഹുവിൻ്റെ ഹിക്മത്തിന് ഈ സൃഷ്ടികൾ തെളിവാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിന് ഈ സൃഷ്ടികൾ തെളിവാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിന് ഈ സൃഷ്ടികൾ തെളിവാണ്. അള്ളാഹുവിൻ്റെ ഇസ്സത്തിന് ഈ സൃഷ്ടികൾ തെളിവാണ് അല്ലേ? ഇതല്ലാത്ത മറ്റു പലതിനും ഈ സൃഷ്ടികൾ എന്താണ്? തെളിവാണ്. ഈ ആയത്തിൽ നിന്നും കിട്ടുന്ന ഫവായിദുകളെ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കി പറയുകയാണ്. ഒന്ന്, അൽഹംദുൽ കാമിൽ ആർക്കാണ്? പൂർണ്ണമായ ഹംദ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അത് അൽഹംദു എന്നതിൽ അൽ എന്നതിൽ നിന്നും കിട്ടിയതാണ്. രണ്ടാമത്തെ കാര്യം, അന്നല്ലാഹ തആല മുസ്തഹിഖുൻ മുഖ്തസ്സുൻ ബിൽ ഹംദി അൽ കാമിൽ മിൻ ജമീഇൽ വുജൂഹ്. എല്ലാ വിധത്തിലുള്ള ഹംദിനും അവകാശി അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ അവസ്ഥയിലും. അതിനാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം വന്നാൽ പറയും അൽഹംദുലില്ലാഹി അല്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്.
വിഷമം വന്നാൽ പറയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. വിഷമത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഹംദ്, സന്തോഷത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഹംദ്. അതുപോലെ തന്നെ അള്ളാഹു എന്ന പേരിനെ റബ്ബ് എന്ന പേരിനേക്കാൾ അള്ളാഹു മുന്തിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലില്ലാഹി അള്ളാഹുവിന് എന്ത് ചെയ്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞു. അതിനുള്ള ഒരു കാരണം ഒന്ന് ഇതായിരിക്കാം, അള്ളാഹുവിൻ്റെ പ്രത്യേക നാമമാണ് അതെന്നതുകൊണ്ടായിരിക്കാം. അള്ളാഹു എന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നാമമാണ് എന്നതുകൊണ്ടായിരിക്കാം. കാരണം മറ്റുള്ള പേരുകളെല്ലാം ആ അള്ളാഹു എന്ന പേരിനെയാണ് പിന്തുടരുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലുമാർ കടന്നു വന്ന സമൂഹത്തിലെ ആളുകൾ ഉലൂഹിയ ആരാധ്യതയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവർ ചോദ്യം ചെയ്തിട്ടുള്ളത്. അള്ളാഹു റബ്ബാണ് എന്ന വിഷയത്തിൽ അവർ ചോദ്യം ചെയ്തിരുന്നില്ല എന്നതും ആയിരിക്കാം. അതുപോലെ തന്നെ ഈ ആയത്തിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്, എല്ലാ കാര്യങ്ങളെയും അള്ളാഹു തർബിയ ചെയ്യുന്നു. അള്ളാഹു അവയുടെ എല്ലാവരുടെയും റബ്ബാണ് എന്നതും ഈ ആയത്തിൽ നിന്നും കിട്ടുന്ന കാര്യമാണ്. നമ്മൾ വെറുതെ ഒരു ദർശനിരുന്നിട്ട് എനിക്ക് പോകുന്നതല്ല, മറിച്ച് ഓരോ ദിവസവും നമ്മൾ പുതിയ ഇൽമ് പഠിക്കലാണ്. അതിന് വീട്ടിലിരുന്നിട്ടൊന്ന് ആലോചിക്കണം, ഖുർആനൊന്ന് നോക്കിയിട്ട് ഇതിൻ്റെ അർത്ഥം ഒന്ന് നോക്കണം, എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് ആലോചിക്കാം. ഇതൊക്കെ ചെയ്താൽ നാളെയും മറ്റന്നാളൊക്കെ ഇത് ഓർമ്മ ഉണ്ടാവും. തമാം. അതല്ലാതെ ومن الحماقة أن تصيد غزالة وتتركها في الملأ أو بدون قيد أو كذا. അതായത് നീ വിഡ്ഢിത്തത്തിൽപ്പെട്ടതാണ് നീ എന്ത് ചെയ്യൽ, ഒരു മാനിനെ പിടിച്ചുകൊണ്ടുവരിക, എന്നിട്ട് എന്ത് ചെയ്യുക, ജനങ്ങളുടെ ഇടയിലേക്ക് കെട്ടില്ലാതെ വിടുക. ഇത് എല്ലാ ദിവസവും ചെയ്താലും മാന് നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല. മറിച്ച് നമ്മളെന്ത് ചെയ്യുക, പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്നവർ എഴുതി വെച്ചിട്ട് അതുപോലെ തന്നെ അത് റിവിഷൻ ചെയ്യുന്നവർ റിവിഷൻ ചെയ്യാം. അപ്പോൾ എന്തുണ്ടാവും, അതവിടെ നിൽക്കും. കെട്ടിയിടലാണ്. അൽ ഇൽമു സൈദുൻ വൽ കിതാബത്തു ഖൈദുഹു. ഇൽമു എന്ന് പറയുന്നത് ഒരു വേട്ടയാണ്, എഴുത്തോ അതിൻ്റെ കെട്ടാണ്, വള്ളിയാണ്. നമ്മൾ ഇവിടുന്ന് മാനിനെ പിടിച്ചോണ്ടിരാ, കെട്ടിടാണ്ട് മാനന്തിയ ഓടിപ്പോവുക, മാനിനെ പിടിച്ചോണ്ടിരാ, കെട്ടിടാണ്ട്. ഇത് എല്ലാ ദിവസവും ചെയ്താലും നമ്മളുടെ കയ്യിലൊന്നുണ്ടാവില്ല, മാനുണ്ടാവില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.